أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا انظر حالنا يا رسول الله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മജ്ലിസ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരേ നിന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർമയോടുകൂടി കണ്ടുകൊണ്ടുള്ള ഈ മജ്ലിസ്, അതും പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലെ മഹനീയമായിട്ടുള്ള ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ മർഹൂമ കുഞ്ഞു ബീവി നവ്വറല്ലാഹു മർഖദഹ മഹദി അവറുകളുടെ 7ാമത്തെ ആണ്ടിൻ്റെ മുഹൂർത്തത്തിലാണ്. അതും പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തുവാൻ കഴിഞ്ഞത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നവർ അൽഹംദുലില്ലാ ശരീരം കൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് പങ്കെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുന്നത് എങ്കിലും മനസ്സ് ഈ വിനീതൻ നിൽക്കുന്നത് പോലെ പരിശുദ്ധ മദീന മുനവ്വറയിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ഈ ഇരുത്തവും ചെലവഴിക്കുന്ന ഈ സമയവും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ചുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ മദീന മുനവ്വറ കണ്ടുകൊണ്ട്, പച്ച ഖുബ്ബ കണ്ടുകൊണ്ടുള്ള, ഹൃദയം മദീനയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ മജ്ലിസ് തീർത്തും വിലമതിക്കാനാവാത്ത വലിയൊരു മജ്ലിസ് തന്നെയാണ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ മക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ലിങ്ക് ലഭിച്ചിട്ട് ഒരു പരിചയവുമില്ലാത്തവരാണെങ്കിൽ പോലും ഈ മജ്ലിസിൻ്റെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഈ മജ്ലിസിൻ്റെ ഫലം കാണുക തന്നെ ചെയ്യും. മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ഇൻഷാ അല്ലാഹ് ഖുർആൻ പാരായണം ചെയ്തു, ദിക്റ് ചൊല്ലി, മൗലൂദ് ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും നിയ്യത്തുകളും നിങ്ങളുടെ മുറാദുകളും മുൻനിർത്തി ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ മുറാദുകൾ ഹാസുലാക്കുമാറാകട്ടെ. നമ്മളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ വിഷമങ്ങളും രോഗങ്ങളും പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം നൽകി പരിശുദ്ധ റമളാൻ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് മനോഹരമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസ് കേൾക്കുമ്പോൾ വളരെ അദബോടുകൂടി, ആദരവോടുകൂടി, ഒച്ചപ്പാടും ബഹളവുമില്ലാത്ത സ്ഥലത്തിരുന്ന് ഏകാന്തമായിട്ടാണെങ്കിൽ, അങ്ങനെ ഒരുമിച്ചായിട്ടാണെങ്കിൽ നല്ല അദബോടുകൂടി ഇരുന്നു കൊണ്ട് തന്നെ മജ്ലിസ് കേൾക്കുവാനും തർലിയത്ത് ചെയ്യുവാനും ആമീൻ പറയുവാനുമൊക്കെ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. അതിലുപരി മർഹൂമ ഉമ്മന കുഞ്ഞു ബീവി നവ്വറല്ലാഹു മർഖദഹ മഹദി അവർക്ക് വലിയ സന്തോഷമുണ്ടാവാനും ഈ മജ്ലിസ് കാരണമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഈ മജ്ലിസിൻ്റെ മുന്നോടിയായി മഹദിയായ ഉമ്മന കുഞ്ഞു ബീവി നവ്വറല്ലാഹു മർഖദഹ മഹദി അവരുടെ പേരിൽ പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടും ഇൻഷാ അള്ളാഹ് ഇനി പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലും
ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടും ഇൻഷാ അല്ലാഹ് മറ്റു പല സൽക്കർമ്മങ്ങളും മദീനയിൽ ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മുൻനിർത്തിയുള്ള മജ്‌ലിസാകുമ്പോൾ അതിന് തീർച്ചയായും വലിയ ഫലമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ മക്കൾ, ചെറുമക്കൾ, മരുമക്കൾ ആരൊക്കെ അതിൽ ഭാഗമായിട്ടുണ്ടോ അർഹമായ പ്രതിഫലം അല്ലാഹ് നീ അവർക്ക് കൊടുക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി അവസാനത്തിൽ പ്രത്യേകം ദുആ ചെയ്യും. അപ്പോൾ നല്ല അതപോടുകൂടി എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണം. ആർക്കെങ്കിലും മജ്‌ലിസ് പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഈ മജ്‌ലിസ് നിർത്തിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്നത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. കാരണം ഈ മജ്‌ലിസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമല്ലോ. എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഈ മജ്‌ലിസിന് മുൻഗണന കൊടുത്തുകൊണ്ട് പൂർണ്ണമായും കേട്ടാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകും. കാരണം ജമാഅത്തിന് വലിയ ഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. വ്യത്യസ്തമായ സ്ഥലത്ത് ഒരേ സമയം ഇരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഫലമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما أمنا كنبي ونور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها وعسلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون
إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين
ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم منا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിലായി നമ്മെ എല്ലാവരെയും ആക്കിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മജ്ലിസിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മഹദിയായ കുഞ്ഞു ബീവി നവ്വറല്ലാഹു മർഖദഹ മഹദി അവറുകൾ അഹ്ബാബിൽ മുസ്തഫയിലെ മെമ്പറായി ഖിദ്മ ചെയ്തിരുന്ന ഉമ്മ കൂടിയാണ്. ധാരാളം സ്വലാത്തുകൾ നമുക്ക് തന്നുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായ സ്വലാത്ത് സമർപ്പണങ്ങളൊക്കെ ഇനി നടത്താനുണ്ട്. അതിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്
പ്രിയപ്പെട്ട ഉമ്മ ഈ കൂട്ടായ്മയിൽ വന്നതു മുതൽ അവസാന നിമിഷം വരെ ചൊല്ലിവെച്ച സ്വലാത്തുകൾ മുൻനിർത്തിയാണ് ഇന്ന് ഈ ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരു ഹളറത്തിൽ പോയും ചെറിയൊരു ദുആ സമർപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അവസാനത്തിൽ അത് ചേർക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم اغفر لها وارحمها مرحوما كن بي نور الله مرقدها واعف عنها وعافيها وأكرم نزلها ووسع مدخلها وعثلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وعذها من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തിലും മുത്തായ സയ്യിദുൽ വജൂദായ ആരംഭപ്പുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിൽ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ മർഹൂമ കുഞ്ഞി ബീവി നവ്വറല്ലാഹു മർഖദഹാ. അല്ലാഹുവേ, മഹദി അവറുകളുടെ 7ാമത്തെ ആണ്ടാണ് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ മദീനയിൽ ചെയ്ത വഖഫും ഖുർആൻ വഖഫിൻ്റെ ബറക്കത്ത് കൊണ്ടും ആ ഉമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ മദീനയിൽ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ സ്വതഖയും ദാനധർമ്മവും അല്ലാഹുവേ, മറ്റു പലഹാര വിതരണവും നോമ്പുതുറകളും അതുപോലെ പരിശുദ്ധ മക്കയിൽ വരാനിരിക്കുന്ന ദിവസം വഖഫ് ചെയ്യാനിരിക്കുന്ന ഖുർആനിൻ്റെയും വഖഫിൻ്റെ ബറക്കത്ത് കൊണ്ടും അല്ലാഹ് പടച്ചവനെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്.
ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മക്കൾ അല്ലാഹുവേ അവർ ചൊല്ലിയ ദിക്റുകളും ഖുർആനും ഖത്മുകളും യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും സ്വലാത്തുകളും എല്ലാം ആ ഉമ്മയുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. ആ ഉമ്മ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞതു മുതൽ ഈ നിമിഷം വരെ അവരുടെ മക്കൾ ചെയ്ത, മരുമക്കൾ ചെയ്ത, ചെറുമക്കൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഈ മജ്ലിസിൽ അല്ലാഹുവേ ഒരുമിച്ച് കൂട്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ എത്തിക്കണേ അല്ലാ. ആ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമ്മ കുഞ്ഞു ബീവി ഉമ്മയുടെ ഖബറിലേക്ക് മുത്തുനബി തങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഖബർ വിശാലമാകും, പ്രകാശപൂരിതമാകും. അവിടെ മലക്കിൻ്റെ സാന്നിധ്യമുണ്ടാകും, രാജകീയമായ ജീവിതം നൽകും. അല്ലാഹുവേ, അഹ്ബാബിൽ മുസ്തഫയുടെ മെമ്പർ കൂടിയാണ് ആ ഉമ്മ. ഞങ്ങൾ മരിച്ചാലും ഈ കൂട്ടായ്മ ഏറ്റെടുത്തുകൊണ്ട് സേവനം ചെയ്യുന്ന തലമുറകൾ അല്ലാഹുവേ അവരെല്ലാം ആ ഉമ്മയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യും. കാരണം മജ്ലിസ് നടത്തും, കാരണം ഈ കൂട്ടായ്മയുടെ മെമ്പറാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. സാധുക്കളാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, ഒന്നുമില്ല റബ്ബേ. ഗീബത്തും നമീമത്തും ഫസാദും ഉണ്ടാക്കിയ കൽബും നാവും കണ്ണും കാതുമാണ്. എത്ര നന്നാകണമെന്നാഗ്രഹിച്ചാലും, എത്ര ഇബാദത്തിൽ മുഖരിതമാകണമെന്നാഗ്രഹിച്ചാലും സാധിക്കാതെ പോകുന്ന ഹതഭാഗ്യരിൽ ഏറ്റവും ഒന്നാമനാണ് ഞങ്ങൾ റബ്ബേ. എന്നാലും നീ ഗഫൂറുർ റഹീം എന്ന പദവിയുള്ളവനാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് മേൽ കാണിക്കുന്ന കാരുണ്യം ചെറുതല്ല റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങളിന്ന് അന്തസ്സോടുകൂടി, നല്ല റാഹത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, ദുഃഖങ്ങളൊന്നുമില്ലാതെ കൃത്യമായ ഭക്ഷണവും കഴിച്ച് പാർപ്പിടത്തിൽ കഴിയുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതൊന്നും നൽകാൻ കഴിയുന്നില്ല അല്ലാഹുവേ. എന്നിരുന്നാലും ഭയമില്ലാതില്ല റബ്ബേ. ഞങ്ങളുടെ ഹുസ്നുൽ ഖാത്തിമ എങ്ങനെയാണ്? അവസാനം ഞങ്ങൾ മരിക്കുന്നത് എവിടെ വെച്ചാണ്? എപ്പോഴാണ്? നല്ല സ്ഥലത്താണോ? നല്ല സമയത്താണോ? നല്ലവരോടൊപ്പമാണോ? കലിമ ചൊല്ലിയാണോ? ഞങ്ങൾക്കറിയില്ല റബ്ബേ. പടച്ചവനെ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ കൂട്ടായ്മയുടെ ബറക്കത്ത് കൊണ്ടും പ്രതിമാസം ഞങ്ങൾ കൊടുക്കുന്ന സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധ മദീനയിൽ വെച്ചാണ് ദുആ ചെയ്യുന്നത് എന്ന കാരണം കൊണ്ടും ഞങ്ങൾക്ക് നീ ഹിദായത്ത് നീ നിലനിർത്തണേ അല്ലാ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. വറഇൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ആര് ഞങ്ങളെ വേദനിപ്പിച്ചാലും തിരിച്ചു വേദനിപ്പിക്കുന്ന മോശപ്പെട്ടവരാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒരു ഇബാദത്തുമില്ല. ഓരോ 24 മണിക്കൂറും ഞങ്ങളിൽ നിന്നും കഴിഞ്ഞും കൊഴിഞ്ഞും പോകുമ്പോൾ ശൂന്യമായ ഹൃദയമാണ് അല്ലാഹുവേ. സവാബുകളൊന്നുമില്ലാത്തവരാണ്. എന്നിരുന്നാലും സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. പ്രതിമാസം ഈ കൂട്ടായ്മയിലൂടെ പരിശുദ്ധ മദീനയിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ അരുവികളായി ഒഴുക്കിവിടുന്നു. ഇത് കാരണമായി ഇതിലുള്ള സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും കേരളത്തിൻ്റെ അകത്തും പുറത്തും പല സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അഹ്ലുബൈത്തടക്കം അല്ലാഹുവേ ഈ കൂട്ടായ്മയിൽ ഉള്ളവരുണ്ട് റബ്ബേ. പടച്ചവനെ, അവർ ഞങ്ങൾ മരണപ്പെട്ടെന്നറിഞ്ഞാൽ ദിക്റ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, മുൽക്ക് ഓതുന്നു, ഖത്മ് ഓതുന്നു. റജബിലും ശഅബാനിലും റമദാനിലും മാസങ്ങളുടെ രാജാക്കന്മാരായ
എന്തു ചെയ്താലും വലിയ പ്രതിഫലമുള്ള റമദാനിനോട് ചേർന്ന് നിൽക്കുന്ന റജബിലും ഷഅബാനിലും മോദിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇപ്പോഴേ ഒരുക്കി കൂട്ടിവെക്കുന്നത്. ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് ധാരാളം നന്മകൾ ചെയ്യാനും ഒരുപാട് ഖുർആൻ വഖഫ് ചെയ്യാനും പ്രതിമാസം ദാനധർമ്മങ്ങൾ മദീനയെ ലക്ഷ്യം വെച്ച് ചെയ്യാനും അങ്ങനെ ഞങ്ങളറിയാതെ ഞങ്ങളെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് സ്വതഖ ചെയ്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ വലിയ പദവി ലഭിക്കാൻ ഈ മജ്ലിസ് സബബാക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിലൂടെ ഈ കൂട്ടായ്മയിലൂടെ ഓരോ മാസവും സ്വലാത്തു ചൊല്ലാൻ കഴിയുന്നു. അല്ലാഹുവേ, ഒരുപാട് ദിക്റ് ഹദിയകൾ സമർപ്പിക്കാൻ കഴിയുന്നു. മാസാന്ത ബദർ മൗലിദ് മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയുന്നു. അതും ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് നടക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, അതിനു പുറമെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രതിമാസം ഓരോ മാസവും പരിശുദ്ധ മദീനയിൽ സ്വതക്ക നൽകാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ഖൈറുകൾ മദീനയെ കേന്ദ്രം വെച്ച് മദീനയെ ലക്ഷ്യം വെച്ച് മാത്രം ചെയ്യുന്ന കൂട്ടായ്മയാണ് അല്ലാഹ്. ആരോടും പറയാതെ തന്നെ നല്ല മനസ്സോടുകൂടി സ്വതക്ക നൽകുന്നു. അതർഹിക്കുന്നവരുടെ കരങ്ങളിലെത്തുന്നു. അല്ലാഹുവേ, മുത്തുനബി തങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇതിലും വലിയൊരു അവസരം ഞങ്ങൾക്കില്ല റഹ്മാനെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മദീനയിൽ ഖിദ്മ ചെയ്യാൻ. അതിനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. നീ നൽകണേ അല്ലാ, നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ഈമാൻ സലാമത്ത് നൽകണം റഹ്മാനെ. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ. വയോവൃദ്ധരായ ഉമ്മമാരുപ്പമാർ അല്ലാഹുവേ, അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. അവരുടെ ശാരീരികമായ അവസ്ഥകൾ നിനക്കറിയാമല്ലോ അല്ലാ. ദീർഘായുസും ആഫിയത്തും നൽകണേ അല്ലാ. യാ ഷാഫി യാ കാഫി യാ മുആഫി യാ അല്ലാഹ്. യാ ഷാഫി യാ കാഫി യാ മുആഫി യാ അല്ലാഹ്. യാ ഷാഫി യാ കാഫി യാ മുആഫി യാ അല്ലാഹ്. പടച്ചവനെ, ആമീൻ പറയുന്ന ഉമ്മമാർ അവരുടെ മാനസികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, അവരിപ്പോഴെന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്ന മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. നീ പൂർണ്ണമായ ഷിഫ നൽകണേ അല്ലാ. കാമിലായ ഷിഫ നൽകണം റഹ്മാൻ. കൈകാല് വേദന, മുട്ടുവേദന, വയറുവേദന, തലവേദന, ശരീരത്തിൻ്റെ തളർച്ചയും ക്ഷീണവും പൈശാചികമായ ഷർറുകളും സിഹ്റുകളും മൈനുകളും, അതുപോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും, അതുപോലെ ഞങ്ങൾ പോലും അറിയാത്ത രോഗം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഷാഫിയായ അല്ലാ, ഞങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചു ഖുർആനോദി, ദിക്റ്, ഇസ്തിഗ്ഫാർ, മൗലിദ് ചൊല്ലി, സ്വലാത്തു ചൊല്ലി, ദിക്റ് ചൊല്ലി, അല്ലാഹുവേ, ഇതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നീ ഷിഫ നൽകണേ അല്ലാ. ഈ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം കയ്യിലൊന്ന് 3 തവണ ഊതി ശരീരം മുഴുവനും തടകണം അല്ലാഹുവേ. അങ്ങനെ തടകുന്നവരുടെ ശരീരത്തിൽ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണമായി നീ ഷിഫയാക്കണേ അല്ലാ.
കാരണം ഇത് മദീന മുനവ്വറയിൽ നിന്നുള്ള മജ്ലിസാണ്. ഈ മജ്ലിസ് കേട്ടുകൊണ്ട് റബ്ബേ ആമീൻ പറയുന്നവർ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഒന്നാമതായി പരിശുദ്ധ മദീന മുനവ്വറയുടെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനോദിയ നാവിൻ്റെയും ആശ്വാസത്തിൻ്റെയും ബറക്കത്ത് അത് ഞങ്ങളുടെ ശരീരത്തിൽ തട്ടി, അത് ഞങ്ങൾ വെള്ളത്തിൽ മന്ത്രിച്ചിട്ടാണെങ്കിലും അത് കുടിക്കുന്നത് കാരണം എല്ലാ ഷെറുകളും മാറി, പൈശാചികമായ ഷെറുകളും ഐനുകളും മാറി ഉന്മേഷം ലഭിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മം ചെയ്ത് ഇബാദത്തുമായി കഴിയാൻ തൗഫീഖ് നൽകി അല്ലാഹുവേ. ഞങ്ങൾ കഴിക്കുന്ന മെഡിസിൻ വളരെയധികം പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്ന മെഡിസിനുകളാക്കി എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ. മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കൾക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ദക്കീരീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, കൂർമ്മ ബുദ്ധി നൽകണേ അല്ലാ. ഒരു മുസീബത്തിലോ ഒരു ഷെറിലോ ഒരു അപകടത്തിലോ ഒരു രോഗങ്ങളിലോ പെടുത്തരുത് റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ആമീൻ പറയുന്ന ഉമ്മമാരുടെ മക്കൾ, മക്കളുടെ മക്കൾ, അവർക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാ. പല മക്കളും വിദേശത്താണ്, അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളുടെ ഉത്തരവാദിത്വം അല്ലാഹുവേ വിലമതിക്കാനാവാത്തതാണ്. അവരൊന്ന് തകർന്നു പോയാൽ അവരുടെ ജോലിയിലോ അവരുടെ ശാരീരികമായ അവസ്ഥയിലോ എന്തെങ്കിലും തകർച്ച വന്നാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും. നീ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ഈ മജ്ലിസ് നീ പരിഹാരമാക്കണേ അല്ലാ. മഈഷത്ത് നീ നൽകണേ അല്ലാ. സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സ്ഥാപനത്തിൽ കമ്പനിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലി ചെയ്യുന്ന മേഖലയിലും അവിടുത്തെ സ്റ്റാഫുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നീ നൽകണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. അതിന് തടസ്സം നിൽക്കുന്ന ഷെറുകൾ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എടുത്തു മാറ്റണേ അല്ലാ. സ്വലിഹായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ ഒരുപാട് പ്രയാസങ്ങളുമായി കഴിയുന്നവരാണ് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്. പ്രയാസങ്ങളെല്ലാം നീക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീയാണ് ബറക്കത്ത് നൽകുന്നവൻ. അല്ലാഹുവേ നാളെ മഹ്ശറയിൽ അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നവദമ്പതികൾ അല്ലാഹുവേ നീ സ്വീകരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഭാര്യമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭർത്താക്കന്മാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഭർത്താവിൻ്റെ മാതാപിതാക്കളിലും ഭാര്യയുടെ മാതാപിതാക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ അല്ലാ. മഖ്ബൂലും മർദിയുമായ റാഹത്തോടുകൂടി ഹജ്ജ് ചെയ്യാനും ധാരാളം ഉംറ ചെയ്യാനും ഒരുപാട് മദീന സിയാറത്ത് ചെയ്യാനും നാവുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ സഹായിച്ച ഒരുപാട് സഹോദരന്മാർ അല്ലാഹുവേ അവരെ ഞങ്ങളെ ഈ മജ്ലിസിൽ ഉൾപ്പെടുത്തുകയാണ്. പുഞ്ചിരി കൊണ്ടും റബ്ബേ ഞങ്ങളോടൊപ്പം പല കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ നീ ആഫിയത്തും ആരോഗ്യവും റാഹത്തും നീ നൽകണം റഹ്മാനെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഈ മജ്ലിസ് നടത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവേ കുഞ്ഞി ബീവി അവർക്ക് വേണ്ടിയാണ്. അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പ്രിയപ്പെട്ട റസിയ ഉമ്മയും ഷൈലാത്തയും അവർക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. അവർ ഞങ്ങൾക്ക് തരുന്ന പരിഗണനകളും സ്ഥാനങ്ങളും വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവേ അവരിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ.
ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. എത്ര വർഷങ്ങളായി കൂട്ടായ്മ തുടങ്ങിയത് മുതൽ 2008 മുതലും റബ്ബേ ഈ നിമിഷം വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാഹുവേ, എല്ലാ അഗ്നിമാരും ഇപ്പോഴും നിലവിലുണ്ട്. നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. പല മെമ്പർമാരും ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്കും ഈ മജ്ലിസിൻ്റെ ബറക്കത്തിന് നീ എത്തിക്കണേ അല്ലാ. അതിൽപ്പെട്ടതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവേ, ആ ഉമ്മയുടെ മജ്ലിസിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, പ്രിയപ്പെട്ട ശൈലാത്ത അല്ലാഹുവേ, വളരെ മനോഹരമായി ഹബീബായ മുത്തുനബി തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഖിദ്മ കൊണ്ട് നാളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഖദീജ ബീവി ഉമ്മയുടെയും നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയ്ക്കും ഖിദ്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ സ്വർഗത്തിലെ ഭവനത്തിനോട് ചേർന്നൊരു ഭവനം നീ നൽകണേ അല്ലാ. അവരുടെ കീഴിലുള്ള എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അവരുടെ മക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലിയിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ശാരീരികമായ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ മരുമക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരടക്കം സ്വലാത്ത് ചൊല്ലിത്തരുന്നവരാണ്, സ്വലാത്തിന് ഖിദ്മത്തെടുക്കുന്ന സഹോദരിമാരും കൂടിയാണ്. നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധ മദീന കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട റസിയ ഉമ്മ അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നീ നൽകണം റഹ്മാൻ. ദീർഘായുസ് നീ നൽകണേ അല്ലാ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയ വിഷമങ്ങളെല്ലാം നീ പരിഹരിച്ച് ശാരീരികമായ ആഫിയത്ത് നൽകണേ അല്ലാ. ഒരു നിലക്കുമുള്ള പ്രയാസങ്ങൾ നൽകരുത് റഹ്മാൻ. ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഒരുപാട് കാലം സ്വലാത്തിന് ഖിദ്മത്ത് ചെയ്ത് സ്വലാത്തിൻ്റെ അഹ്ലുകാരെന്ന പദവിയിൽ നാളെ സ്വർഗത്തിൽ പ്രകാശിക്കുന്നവരായി ഞങ്ങളുടെ അംഗങ്ങളെയെല്ലാം മാറ്റണേ അല്ലാ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് കുറേ ബന്ധങ്ങളൊന്നുമില്ല അല്ലാഹുവേ. ഈ സ്വലാത്തിലൂടെ കിട്ടുന്ന നിധികൾ മാത്രമാണ്. ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്റ് ചൊല്ലാൻ, ഖുർആൻ ഓതാൻ ഒരുപാട് പേരെ വാർത്തെടുക്കലാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പ്രിയപ്പെട്ട റസിയ ഉമ്മയുടെ മക്കൾക്ക് അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആൺമക്കളിലും പെൺമക്കളിലും മരുമക്കളിലും ചെറുമക്കളിലും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ തൻസീൽ അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരൻ്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ മദീനയിൽ അല്ലാഹുവേ മദീന നിവാസികൾക്ക് വേണ്ടി ഭക്ഷണത്തിൽ റബ്ബേ ഹദിയ നൽകിയവരാണ് അല്ലാഹുവേ. ആ ഭക്ഷണത്തിൻ്റെ ഓരോ അരികളുടെയും ബറക്കത്ത് റബ്ബേ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. ഈ സമയത്ത് ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്തു പറയേണ്ടതില്ലല്ലോ. മജ്ലിസ് നടത്തുന്നത് തന്നെ ഈ കുടുംബത്തിന് വേണ്ടിയാണ് അല്ലാഹുവേ. ഈ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്ന സഹോദരിമാർ, സഹോദരന്മാർ, അവരുടെ മക്കളിലും അവരുടെ മരുമക്കളിലും ചെറുമക്കളിലും അല്ലാഹുവേ മാതാപിതാക്കളിലും നീ മജ്ലിസിൻ്റെ ബറക്കത്തിനെ നീ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന,
ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم اللهم اغفر لها وارحمها مرحوما أمنا رجلا بيبي نور الله مرقدها واعف عنها وعافيها وأكرم نزلها ووسع مدخلها وعسلها بالماء والثلج والبرد ونقيها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وعذها من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين رحمن رحيم ما يا الله ملك الجبار يا ملك الملوك يا راج السيدا يا غفور الرحيم يا الله അഹ്ബാബിൽ മുസ്തഫയുടെ മെമ്പറായിരുന്നു പ്രിയപ്പെട്ട മർഹൂമ റജുല ഉമ്മ നവ്വറല്ലാഹു മർഖദഹ. അല്ലാഹുവേ, പ്രിയപ്പെട്ട മർഹൂമ കുഞ്ഞു ബീവി നവ്വറല്ലാഹു മർഖദ ആ ഉമ്മയുടെ മകളും കൂടിയാണ്. ഇരുവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ ബറക്കത്തിനെ നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, രണ്ടുപേർക്കും റബ്ബേ ഒരുമിച്ച് ഹബീബായ മുത്തുനബി തങ്ങളോടൊപ്പം ഖദീജ ബീവി ഉമ്മയോടൊപ്പം ഫാത്തിമ ബീവി ഉമ്മയോടൊപ്പം ചേരാൻ തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട റജുല ഉമ്മ ഈ കൂട്ടായ്മയിൽ വന്നതു മുതൽ ഈ നിമിഷം വരെ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ ചൊല്ലിത്തന്ന സ്വലാത്തുകളും മുൻനിർത്തി ദുആ ചെയ്യുന്നു അല്ലാ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. റബ്ബേ, പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. പറയേണ്ടതില്ല, അവരെല്ലാം സ്വർഗനിവാസികൾ തന്നെയാണ്. ദുആ ചെയ്ത് ആ മജ്ലിസിൻ്റെ ബറക്കത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഇനി അവർക്കുള്ള ദറജ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങളും മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി അതിനു വേണ്ടി സമയം കണ്ടെത്തി അല്ലാഹുവേ ഓരോ ആണ്ടുകളും വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരുപാട് സ്വാലിഹീങ്ങളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളെ നൽകണേ അല്ലാ, ദാകിരീങ്ങളെ നൽകണേ അല്ലാ, മുഹിബ്ബീങ്ങളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രിയപ്പെട്ട റജുലമ്മയുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മകൻ്റെ കല്യാണമാണ് ഈ അടുത്ത് വരാനിരിക്കുന്നത്. ബറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ യാ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ. ആ പൊന്നുമോൻ്റെ നിക്കാഹിൽ യാ റസൂലല്ലാ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണം യാ റസൂലല്ലാ. അതോടൊപ്പം പ്രിയപ്പെട്ട റജുല ഉമ്മയുടെയും സാന്നിധ്യം, അർവാഹുകളുടെ സാന്നിധ്യം കൊണ്ട് നല്ല റാഹത്തോടുകൂടി വിവാഹമംഗളം നടക്കാൻ, ആ മക്കളുടെ ജീവിതം കണ്ട് സന്തോഷിക്കാനും തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, അഹ്ബാബീങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഓതിവെച്ച് ഒരുക്കുന്ന എല്ലാ ഖത്മുകളും കോടിക്കണക്കിന് ദിക്റുകളും ലക്ഷക്കണക്കിന് ഫാത്തിഹയും യാസീനും മുൽക്കും കോടിക്കണക്കിന് ദിക്റും ഇസ്തിഗ്ഫാറുകളെല്ലാം ആ ഉമ്മയുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന റജബിലും ഷഅബാനിലും റമളാനിലും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളെല്ലാം ദിക്റുകളെല്ലാം അടുത്ത ആണ്ടിലേക്ക് ഇതുപോലെ റാഹത്തോടുകൂടി
കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഇതുപോലെ മജ്ലിസ് നടത്താൻ, അതും പുണ്യമദീനയിൽ ഇരുന്നു കൊണ്ട് നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം ഈമാനോടുകൂടി കലിമ ചൊല്ലി ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിറകണ്ണോടുകൂടി പ്രകാശം കിരണങ്ങൾ കണ്ട് സന്തോഷിച്ച് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യമുള്ളവരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, ഉൾപ്പെടുത്തണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان، وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم، وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. إن شاء الله ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ഹുജ്റത്തു ഷരീഫ് മുത്തുനബി തങ്ങളുടെ അടുക്കൽ പോയി സലാം പറയുന്ന ഒരു മഹനീയ നിമിഷത്തിലേക്കൂടിയാണ് ഇനി കടന്നു പോകുന്നത്. എല്ലാവരും ഹബീബായ മുത്തുനബി തങ്ങളെ ആ പരിശുദ്ധ റൗളാ ഷരീഫ് മനസ്സിൽ കൊണ്ടുവന്ന് നേരിട്ട് സലാം പറയുന്നത് പോലെ മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിച്ച് ആദരവായ സലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മജ്ലിസ് അവസാനിപ്പിക്കാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബ്ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أدركنا يا رسول الله، لتنا يا حبيب الله، انظر حالنا يا رسول الله يا رسول الله. അവിടുത്തെ തിരുഹളറത്തിൽ നിന്നുകൊണ്ട് ഇതുവരെ നടത്തിയ മജ്ലിസ്
അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസാക്കി മർഹൂമ ഉമ്മന കുഞ്ഞി ബീവി നവ്വറല്ലാഹു മർഖദഹാ മഹദി അവളുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഈ ദർബാറിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു യാ റസൂലല്ലാഹ്. ഏറ്റെടുക്കണം യാ ഹബീബല്ലാഹ്. ഈ മജ്ലിസ് കേട്ട് ചൊല്ലിക്കൊണ്ട് മുസ്ലിങ്ങളെ നല്ല മനസ്സോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏറ്റെടുക്കണം യാ ഹബീബല്ലാഹ്. അവരുടെ മനസ്സിലെ ദുആകൾ പരിഗണിക്കണേ യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم. اخوي يقول ارسل لي صور السعاده الهلاليه حجي مره فيها الملاحظات صور